നമസ്കാരം. മറ്റൊരിടത്ത് സൗത്ത് 24 പർഗാനാസിൽ വെള്ള കുർത്തയും ചുവന്ന സ്കാർഫുമൊക്കെ ധരിച്ച് SFI സംസ്ഥാന സെക്രട്ടറി ശ്രീജൻ ഭട്ടാചാര്യ ഒരു ഇലക്ട്രിക് റിക്ഷയിൽ പ്രചാരണം നടത്തുകയാണ്. എന്നാൽ മറ്റൊരിടത്ത് ഇടതിനു വേണ്ടി വോട്ട് ചോദിക്കുന്നത് AI അവതാരകയാണ്. തെരുവുകളിലെ എല്ലാ പ്രചാരണ റാലികളിലും യുവമുഖങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, ബംഗാളിൽ ഇടതുമുന്നണി അടിമുടി മാറ്റങ്ങളുമായാണ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. പ്രചാരണ തന്ത്രങ്ങളിൽ പോലും ആ മാറ്റം പ്രത്യക്ഷമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. ജനങ്ങളിലേക്ക് വേഗത്തിലെത്താനാണ് അവർക്ക് പരിചിതമായ ബോളിവുഡ് ഗാനങ്ങളിലെ വരികൾ ഉപയോഗിക്കുന്നതെന്നാണ് ശ്രീജൻ ഭട്ടാചാര്യ പറയുന്നത്. ഇടതുപക്ഷ സംസ്കാരമായി കാണാത്തതിനാൽ ഹിന്ദി സിനിമാ ഡയലോഗുകൾ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതിന് നേരത്തെ വിലക്കുണ്ടായിരുന്നു. എന്നാൽ അതിനിപ്പോൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ബംഗാളിലെ യുവജനങ്ങളാണ് AIയും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് പ്രചാരണം നല്ല സൂപ്പറായിട്ട് കുഴിപ്പിക്കുന്നത്. തന്ത്രങ്ങളിൽ മാത്രമേ മാറ്റമുള്ളൂ. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ആദർശങ്ങൾ എപ്പോഴും പഴയതുപോലെ തന്നെയാണ് നിലനിൽക്കുന്നത്. ബംഗാൾ CPI ഇപ്പോൾ ബംഗാളിനെ സ്വയം പുനർനിർമ്മിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പാർട്ടിക്ക് അടിത്തട്ടിൽ സാമൂഹിക സ്വാധീനം നല്ല രീതിയിൽ തന്നെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. അതെന്തായാലും വോട്ട് വിഹിതത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. കോവിഡ് കാലത്ത് ബംഗാളിൽ CPM യുവാക്കൾ നടത്തിയ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാൻ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ശുഭസൂചനയാണ്. എന്നാൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ആ കാര്യം മാത്രം പോരാ, കൂടുതൽ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചും അത് വളരെ അനിവാര്യമുള്ള കാര്യവുമാണ്. 2019 ശേഷം കൂറുമാറിയ വോട്ടർമാരെ തിരിച്ചു പിടിക്കുകയാണ് CPMന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അങ്കത്തട്ടിൽ യുവതയെ നയിക്കുന്ന മീനാക്ഷി മുഖർജി പശ്ചിമ ബംഗാളിലെ ഇടത് പാർട്ടി എന്ന് പറയുന്നത് CPM, CPI ഫോർവേഡ് ബ്ലോക്ക്, RSP എന്നിവ ചേരുന്നതാണ്. 36 മണ്ഡലത്തിൽ നാളെ മുതൽ ജൂൺ 1 വരെ നീണ്ടു നിൽക്കുന്ന 5 ഘട്ട മത്സരമാണ് നടക്കാനിരിക്കുന്നത്. ആകെ 42 സീറ്റുകളിലുള്ളതിൽ 30 സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷം ഇത്തവണ പോർക്കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. ഇതിൽ 15 പേർ പുതുമുഖങ്ങളാണ്. വനിതകൾ 5 പേരാണ് മത്സരിക്കുന്നത്. 15നും 35 വയസ്സിനും താഴെയുള്ളവരാണ് 11 പേരും എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. 23 സീറ്റുകളിൽ CPM മാത്രം മത്സരിക്കുന്നു. CPIയും ഫോർവേഡ് ബ്ലോക്ക് 2 സീറ്റ്, RSP 3 എന്നിങ്ങനെയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസുമായി സീറ്റ് ധാരണ 12 ഇടത്താണുള്ളത്. വർഗരാഷ്ട്രീയത്തിൽ നിന്ന് ജാതി രാഷ്ട്രീയത്തിലേക്കുള്ള ഇടതിൻ്റെ കടന്നുവരവും ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകതയാണ്. ഒപ്പം യുവതലമുറ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ബംഗാളിനെ ഇടതിന് അനുകൂലമായ രീതിയിൽ രക്ഷിച്ചെടുക്കുക എന്ന രാഷ്ട്രീയ ചുമതല ഇത്തവണ നൽകിയിരിക്കുന്നത് യുവാക്കൾക്കാണ്. അതായത് DYFI ആണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത്. DYFI സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജിയാണ് അതിലൊരാൾ. ജനുവരിയിൽ കൊൽക്കത്തയിലെ ബ്രിഗേഡ് മൈതാനത്ത് DYFI ഇൻസാഫ് യാത്ര പടുകൂറ്റൻ റാലിയോടെ സമാപിച്ചതിൽ മീനാക്ഷിയുടെ പങ്ക് പ്രശംസനീയമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് മീനാക്ഷി മുഖർജി എന്ന പേര് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ CPM സ്ഥാനാർത്ഥിയായി എത്തിയത് മീനാക്ഷിയായിരുന്നു. പിന്നീട് മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ നിരവധി യുവജന പ്രക്ഷോഭങ്ങൾ സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒടുവിലേത്തതായിരുന്നു 50 ദിവസം കൊണ്ട് 2200 കിലോമീറ്റർ നീണ്ട ഇൻസാഫ് യാത്ര. അന്നത്തെ ചടങ്ങിൽ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം പ്രഖ്യാപിച്ചത് ബംഗാളിൽ മമതയ്ക്കും BJPക്കും എതിരായ പോരാട്ടം ബ്രിഗേഡിൽ നിന്ന് തുടങ്ങുകയാണെന്നാണ്. DYFI ജനറൽ സെക്രട്ടറി ഹിമാംഗ്രാജ് ഭട്ടാചാര്യ, കലതൻ ദാസ് ഗുപ്ത, ശ്രീജൻ ഭട്ടാചാര്യ, പ്രതികൂർ റഹ്മാൻ തുടങ്ങി നിരവധി യുവ നേതാക്കളും മീനാക്ഷിക്കൊപ്പമുണ്ട്. ഇൻസാഫ് യാത്രയിൽ അണിനിരുന്ന ആളുകളുടെ എണ്ണം തൃണമൂലിനും BJPക്കും വലിയൊരു തിരിച്ചടിയായിരുന്നു. 10 ലക്ഷമായിരുന്നു മാർച്ചിലെ അംഗസംഖ്യ. ഈ യാത്രയ്ക്ക് പിന്നാലെയാണ് ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും വലിയ ആൾക്കൂട്ടം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. 2 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ഇടതിൻ്റെ മുന്നേറ്റത്തെ അത്ഭുതത്തോടെയാണ് നോക്കുന്നതെന്ന വിലയിരുത്തലാണ് നടത്തിയത്. ചിട്ടയായ പ്രവർത്തനമാണ് ഇടതു പാർട്ടികൾ ഇത്തവണ നടത്തിയതെന്ന് റോഡ് ഷോ, പൊതുയോഗം എന്നിവയിലെ വൻ ജനപങ്കാളിത്തം ചൂണ്ടിക്കാട്ടി അവർ പറയുന്നുണ്ട്. ഇടതുപക്ഷം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങളിലൊന്ന് ന്യൂനപക്ഷ വോട്ടുകൾ തിരികെ പിടിക്കുക എന്നതും കൂടിയാണ്. ബംഗാളിലെ മമതാ ഭരണത്തിൽ അസഹിഷ്ണുതയുള്ളവരുടെയും പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ലഭിക്കുന്ന വോട്ടുകളുമാണ് ഇത്തവണ BJPയുടെ പ്രതീക്ഷ. അതെന്തായാലും വെറുമൊരു പ്രതീക്ഷ മാത്രമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.
2019 കാര്യം നോക്കുമ്പോൾ ബംഗാളിൽ കോൺഗ്രസും ഇടതും ഒരുമിച്ചായിരുന്നില്ല മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് തന്നെയാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. ഈ ട്രെൻഡിലാണ് അവർ 18 സീറ്റുകൾ അന്ന് നേടിയത്. പുൽവാമ ഭീകരാക്രമണം, ബാലാക്കോട്ട് തുടങ്ങിയവ വോട്ടർമാരുടെ വൈകാരികതയെ സ്വാധീനിക്കുന്ന വിഷയങ്ങളായിരുന്നു BJPക്ക് അന്നുണ്ടായിരുന്നത്. ഈ ഒരു മനോഭാവങ്ങളെയെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJPയെ പിന്നിലാക്കിയാണ് ഇടത് കോൺഗ്രസ് സഖ്യം 2ാം സ്ഥാനത്തേക്ക് എത്തിയത്. സാഗർധീക്ക് ഉപതെരഞ്ഞെടുപ്പിലാവട്ടെ തൃണമൂൽ സ്ഥാനാർത്ഥിയെ തന്നെ തോൽപ്പിച്ച് സഖ്യ സ്ഥാനാർത്ഥി ജയിക്കുന്ന അവസരത്തിനും ബംഗാൾ സാക്ഷ്യം വഹിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ചതുഷ്കോണ മത്സരമാണ് നടന്നത്. അന്ന് 17% വോട്ടാണ് BJPയിലേക്ക് ലഭിച്ചത്. 2016 ഇടത് കോൺഗ്രസ് സഖ്യം വന്നപ്പോൾ അത് 10% കുറഞ്ഞു. 2019 ഇടതും കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ 40%-ലെത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ തരംഗം കണ്ടതോടെയാണ് ഇടത് കോൺഗ്രസ് സഖ്യം വീണ്ടും ബംഗാളിൽ ഒരുമിക്കുന്നത്.